قال رسول الله صلى الله عليه وسلم تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وعترتي صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മുതഅല്ലിമുകൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആസ്തിക്യത്തെയും അവന്റെ വജൂദിനെയും അവന്റെ തൗഹീദിനെയും എല്ലാം ഇവിടെ പഠിപ്പിച്ചത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരിലൂടെയാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ദീൻ പിന്നീട് ലോകം മുഴുക്കെ പ്രചരിച്ചിട്ടുള്ളത് പ്രത്യേകം പ്രത്യേകം മഹൽ വ്യക്തികളിലൂടെ തന്നെയാണ്. വ്യക്തികൾക്ക് അല്ലാഹു മഹത്വം കൊടുക്കുന്നതും പ്രാധാന്യം കൊടുക്കുന്നതും ദീന് കൊണ്ടാണ്. ആ വ്യക്തികളുടെ മഹത്വം കൊണ്ടാണ് ദീൻ പിന്നീട് പ്രചരിക്കുന്നത്. ഇത് 1400 കൊല്ലത്തെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. നമ്മുടെ കേരളത്തിലും ഇസ്ലാം മതം വന്നത് അങ്ങനെ വ്യക്തികളുടെ വഴിയിൽ തന്നെയാണ്. ഇവിടെ എട്ടിക്കുളം യഥാർത്ഥത്തിൽ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പ്രദേശം ആണ്. എട്ടിക്കുളവും പരിസരവും 7 മല, ഞാൻ ഓർക്കുകയാണ്. ഏതാണ്ട് 45 കൊല്ലം മുമ്പ് ഞാനും എന്നെ നാട്ടിലുള്ള അവേലത്ത് വലിയ തങ്ങൾ എന്നറിയപ്പെടുന്ന ഇമ്പിച്ചിക്കോയ തങ്ങളും ഇവിടെ സിയാറത്തിന് വന്നു. ഏഴുമലയിൽ അങ്ങനെ രാമന്തളി സീതന്മാരുടെ വീട്ടിൽ അസർ നിസ്കാരത്തിന്റെ സമയത്ത് എത്തി. അവിടുന്ന് അസർ നിസ്കരിച്ച് ചായല കുടിച്ച് ഏഴുമലയിലേക്ക് നടക്കുകയാണ്. അവിടെ മുതൽ അന്ന് വേറെ വാഹനം പോകുന്ന വഴിയൊന്നുമില്ല. ഒരാളെ വഴി കാണിക്കാനും അയച്ചിരുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു മഗ്രിബ് ആയി. മലയുടെ ചോട്ടിലെത്തിയപ്പോ തന്നെ പിന്നെ മലയിൽ കയറാൻ ഒരു ടോർച്ചുമായിട്ട് കയറി. ദാഹം കൊണ്ട് മരിച്ചു പോകുമോ എന്ന് പേടിച്ചു. അങ്ങനെ ഏതായാലും മലന്റെ മുകളിൽ കയറിയപ്പോ കയറി അങ്ങോട്ട് എത്തിയപ്പോ ഒരു വലിയ ശീതളം പാനീയം പോലെയുള്ള കാറ്റ് വന്നു. ആ കാറ്റിൽ നമ്മളിങ്ങനെ വായ തുറന്നു വെച്ചു കൊടുത്ത് വെള്ളം കുടിച്ചതുപോലെയായി സന്തോഷിച്ചു. സിയാറത്ത് ചെയ്ത് തിരിച്ചുപോയി. അങ്ങനെ ഏഴിമലയില് അല്ലാഹുവിന്റെ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. എട്ടിക്കുളത്തും പരിസരത്തും എല്ലാം നിരവധി ഔലിയാക്കളും സാദാത്തുക്കളും പഴയ കാലത്ത് ഉണ്ട് എന്നാണ് ചരിത്രം.
ഈ അടുത്ത് ഇബ്നു ബത്തൂത്ത എന്ന ഗ്രന്ഥം, ഇബ്നു ബത്തൂത്ത എന്ന ലോകസഞ്ചാരിയുടെ ചരിത്രം രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം എട്ടിക്കുളം എന്ന നാടിനെ പറയുന്നതായി കാണാം. നാട് നമ്മൾ ഇപ്പൊ പറയുന്ന ഈ 4 അതിർത്തിന്റെ ഉള്ളിൽ ഉള്ളതാവണമെന്നില്ല അന്നത്തെ കാലം. വെട്ടിക്കുളം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പാപ്പിരിശ്ശേരി മുതൽക്കുള്ളതാവാം, മൈൽസുകൾ ഉള്ളതാവാം. ഏതായിരുന്നാലും ഈ എട്ടിക്കുളത്ത് കണ്ണൂരടക്കമായിരിക്കാം ചിലർ പറഞ്ഞത്. ഈ എട്ടിക്കുളത്ത് സഹാബിയുടേതാണെന്ന് പറയപ്പെടുന്ന ഒരു ഖബർ ഉണ്ട് എന്ന് ഇബ്നു ബത്തൂത്തയുടെ രഹ്ലത്തിൽ കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഈ എട്ടിക്കുളവും പരിസരവും വളരെയധികം ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ സംശയം ഇല്ല. പക്ഷേ അല്പകാലമായി ഇങ്ങോട്ട് കടന്നു വരുന്ന ഒരു ഭാഗത്തെ വഴി നേവൽ അക്കാദമിയുടെ കാരണമായും മറ്റും അടച്ചിപ്പോയ രീതിയിൽ ആയി. ആളുകളുടെ പ്രവേശനം കുറഞ്ഞു. അന്ന് നേവൽ അക്കാദമിക്ക് വേണ്ടി സ്ഥലം എക്വയർ ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയോട് വന്നിട്ട് ഇവിടുത്തെ പ്രവർത്തകന്മാര് ചോദിച്ചു, പറഞ്ഞു തങ്ങൾ തന്നെ പറഞ്ഞതാ, ഏതായാലും ഇവിടെ നേവൽ അക്കാദമി വരികയാണ്, തങ്ങളെ ഈ വീട് അതിന്റെ ഒരു മൂലയിൽ ഒരു കാട്ടിൽ ഇവിടെ ഇങ്ങനെ നിന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ആ വീട് കൂടി ഉൾപ്പെടുത്തി നല്ല സംഖ്യ വാങ്ങിത്തരാം ഗവൺമെന്റിൽ നിന്ന് എന്ന് താജുൽ ഉലമയോട് പറഞ്ഞപ്പോൾ, അന്നത്തെ ഗവൺമെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞപ്പോൾ താജുൽ ഉലമ പറഞ്ഞു, എനിക്ക് അക്കാശ് വേണ്ട, എന്റെ വീട് നിൽക്കുന്ന സ്ഥലം ഒഴിവാക്കിയിട്ട് നിങ്ങൾ എക്വയർ ചെയ്താൽ മതി. അന്ന് പറഞ്ഞതാ. വേണം ഒരു പാട്ട് പാടാൻ കണ്ടു കിട്ട്. സ്വാമി എല്ലായിടത്തും വരുന്ന ആളാണ്. മതസൗഹാർദ്ദം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്യും. സഹോദരന്മാരെ, അങ്ങനെ താജുൽ ഉലമക്ക് നല്ല പൈസ കിട്ടുമായിരുന്നു. ഞങ്ങളാണെങ്കിൽ അധികവും താമസിക്കുന്നത് ഉള്ളാളത്താണ്. പിന്നെ കരുവന്തിരുത്തിയുണ്ട് ഇടക്കിടക്ക് പോയി താമസിക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ അത് വിറ്റങ്ങോട്ട് പോയാൽ നല്ല കാശ് കിട്ടുമായിരുന്നു. പക്ഷേ താജുൽ ഉലമയുടെ ദീർഘദൃഷ്ടി, വളരെ വലിയ ദീർഘദൃഷ്ടി, അവിടുന്ന് പറഞ്ഞു, എന്റെ വീട് ഇവിടെ നിന്നോട്ടെ, ആ വീട് ഒഴിച്ചിട്ട് ബാക്കി എക്വയർ ചെയ്താൽ മതി. വീട്ടിന്റെ കുറച്ച് തൊട്ടുകൂടെ തന്നെയല്ലേ, നേരെ പിന്നെ ഇവിടെ തന്നെ എക്വയർ ചെയ്ത് പോയി. ആ വീട്, ആ പഴയ വീട് അവിടെ ഇങ്ങനെ ഞങ്ങളൊക്കെ ഇടക്കിടക്ക് തങ്ങളെ കാണാൻ വരുമ്പോ ആ പഴയ വീട്ടിന്റെ തിണ്ണുമ്പോൾ മരത്തിന്റെ ഒരു ചാര് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നത് ഓർമ്മയിലേക്ക്. അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞങ്ങൾക്കൊക്കെ തോന്നിയതാണ് ഈ തല ഒഴിവാക്കി പോകുന്നതാണ് നല്ലത്. പക്ഷേ അള്ളാഹുവിന്റെ സാദിഖായ അല്ലാഹ്, നിങ്ങൾ നോക്കൂ, അവിടത്തെ ആ ഒരു തീരുമാനം, എന്റെ വീട് ഇവിടെ തന്നെ നിൽക്കട്ടെ, ഇത് അക്കാദമിക്ക് കൊടുക്കണ്ട, എക്വയർ ചെയ്യണ്ട, എനിക്ക് കാശ് വേണ്ട എന്ന ആ തീരുമാനം
റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ദീൻ പ്രചരിപ്പിക്കാനുള്ള ഒരു വഴിയായി വെച്ചില്ലേ? ഈ എട്ടിക്കുളത്തെ നാട്ടുകാർക്ക് പ്രത്യേകിച്ചും വലിയ ഭാഗ്യമായി. എട്ടിക്കുളം പ്രദേശത്തുള്ള മുഴുവൻ മുസ്ലിംകൾക്കും മുസ്ലിം അല്ലാത്ത മറ്റ് മതസ്ഥർക്കും എല്ലാ ആളുകൾക്കും ഒരു വലിയ നേട്ടമായി ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഇവിടെ തന്നെ നിന്നത്. അങ്ങനെയല്ലേ? അൽഹംദുലില്ലാഹ് ഇന്ന് താജുൽ ഉലമ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ്, അങ്ങനെയല്ലേ നമ്മൾ പേരിട്ടിരുന്നത്? അല്ലേ? അല്ലേ? സെന്റർ, എഡ്യൂക്കേഷണൽ സെന്റർ, താജുൽ ഉലമ എഡ്യൂക്കേഷണൽ സെന്റർ. ഈ സെന്ററിന് അതിന്റെ ശില ഇപ്പോൾ ഇവിടെ പ്രകാശിപ്പിക്കാൻ പോവുകയാണ്. അവിടുത്തെ ഒന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സിയാറത്തിന് വരുന്നവർക്കും ഖുർആൻ ഓതുന്നവർക്കും അനുയോജ്യമായ നിലക്ക് മഖാം ഉണ്ടാക്കാൻ കുറ്റിയടിക്കുകയും ചെയ്തു. അതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. എളിയവനായ എന്നോട് അത് നോക്കാൻ അതിൽ നിൽക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ സ്വീകരിച്ചു. സയ്യിദന്മാരെ ഇടയിൽ ഇങ്ങനെ നടന്നാല് നാല് ഭാഗത്തും സയ്യിദന്മാരാകുമ്പോ നമ്മൾ പരാജയപ്പെടില്ല. അല്ലാഹു തആല അവരെ കൂട്ടത്തിൽ നമ്മളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാഹു തആല ആ നിലക്ക് സയ്യിദന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് രണ്ടു വീട്ടിൽ വിജയം സമ്പാദിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെ എല്ലാവരെയും പെടുത്തി തെരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താജുൽ ഉലമയെ കൊണ്ട് ലോകത്ത് എത്രയാണ് അറിവുണ്ടായത് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉള്ളാളത്ത് താജുൽ ഉലമയുടെ അനുസ്മരണ യോഗം ചേർന്നു. ലക്ഷങ്ങൾ തടിച്ചുകൂടിയ സമയത്ത് ഞാൻ ചോദിച്ചു, താജുൽ ഉലമ വന്ന കാലത്ത് ഇവിടെയുള്ള പൂർണ്ണ വിവരമറിയുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? വളരെ വിരൽ കൊണ്ട് എണ്ണാവുന്ന വ്യക്തികൾ. ബാക്കിയുള്ളവർക്കൊന്നും ഉള്ളാളവും പരിസരവുമുള്ള യാതൊരു വിവരവുമില്ല, അറിയില്ല. ചെറുപ്പക്കാരാണ്, അതിനുശേഷമുള്ളവരാണ്. ആ കാലഘട്ടത്തിൽ അവിടെ ഉള്ളാളത്ത് തന്നെ ഒരു ചെറിയ പള്ളി, അവിടെ ഒരു ചെറിയ ഖുർആനോത്തിന്റെ മദ്രസ. ഇന്ന് അതേ ദർഗാ ശരീഫിന്റെ കീഴിൽ തന്നെ 28 മഹല്ലത്തുകൾ, അവിടെ 30-ലധികം മദ്രസകൾ. ആ മഹല്ലത്തുകളിൽ എല്ലാം മദ്രസകളും പള്ളികളും ഉണ്ടായി. എന്നല്ല, ബാംഗ്ലൂർ മുതൽ കർണാടക സ്റ്റേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വഅ്ദ് പറഞ്ഞ് പ്രസംഗിച്ച് ദുആ ചെയ്തു കൊടുത്തിട്ട് പള്ളികളും മദ്രസകളും ധാരാളം ഉണ്ടായി. കേരളത്തിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മെമ്പറായും വൈസ് പ്രസിഡന്റായും പിന്നീട് പ്രസിഡന്റായും എത്രയോ കൊല്ലം സേവനം ചെയ്തു. ബഹുമാനപ്പെട്ട തങ്ങളുടെ കാരണം കൊണ്ട് നൂറുകണക്കായ പള്ളികളും മദ്രസകളും ദർസുകളും ഉണ്ടായി. നിരവധി പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ തങ്ങൾക്ക് സാധിച്ചു. നിരവധി ഉലമാക്കൾ അവിടുത്തെ ശിഷ്യന്മാരായി ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ എട്ടിക്കുളം നാട്ടുകാരായ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് കേട്ടോ. നിങ്ങളെല്ലാവരും സഹകരിക്കുക. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഇവിടെ പേരുണ്ടാക്കുന്ന ഈ സൗധം കെട്ടിടങ്ങൾ ഇൻഷാ അല്ലാഹ് ആ താജുൽ ഉലമ ഇവിടെ പേരിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ട്രസ്റ്റിന്റെ കീഴിൽ ആവശ്യമായ സ്കൂളുകളും മദ്രസകളും ഇപ്പോൾ ഖുർആൻ കോളേജുകളും മറ്റ് സാധു സംരക്ഷണ കേന്ദ്രങ്ങളും
മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി തുടങ്ങി എല്ലാ ജാതി മതങ്ങൾക്കും വന്ന് പഠിക്കാൻ സൗകര്യമുള്ള, അതിനാവശ്യമായ സൗകര്യമുള്ള സ്ഥാപനങ്ങളും എല്ലാം നിർമ്മിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഹയാത്ത് കാലത്ത് അവിടുന്ന് പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ അവിടുത്തെ വഫാത്തിന്റെ ശേഷം ഇതാ അവിടുത്തെ തദ്ബീർ വൽ മുദബ്ബിറാത്തി അംറൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വൽ മുദബ്ബിറാത്തി അംറൻ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം. അല്ലാഹു തആല ഖുർആനിൽ സത്യം ചെയ്തില്ലേ? ലോകം നിയന്ത്രിക്കുന്നവർ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ മഖ്ലൂക്കുകളാണെന്ന് ആർക്കും വ്യക്തമാണല്ലോ. അല്ലാഹു തആല ഒന്നാണ്, പടച്ചവൻ. അല്ലാഹുവാണ് ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ, അതിലാർക്കും സംശയം ഇല്ല. പക്ഷേ ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫത്തൻ, എന്റെ പ്രതിനിധിയായി എന്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്ന പ്രതിനിധികളെ ഞാൻ ലോകത്ത് പടക്കുന്നു എന്നാണ് മനുഷ്യനെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അറിയിച്ചു കൊടുത്തത്. ഇവിടുത്തെ ജനങ്ങൾ അത് അല്ലാഹുവിന്റെ പ്രതിനിധികളാണ്. അംബിയാ, ഔലിയാ, സ്വാലിഹീങ്ങൾ അല്ലാഹുവിന്റെ പ്രതിനിധികളാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലാഹു നിശ്ചയിച്ചതനുസരിച്ച് അവന്റെ ഓർഡർ പ്രകാരം ഇവിടെ പ്രവർത്തിക്കുന്നവരാണ്. എന്തിനു വേണ്ടി? തൗഹീദിന് വേണ്ടി, അല്ലാഹുവിന്റെ ആധിക്യത്തെ നിലനിർത്തുന്നതിന് പഠിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലാഹുവിന്റെ വജൂദിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി, സത്യമായ മാർഗം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രതിനിധികളായി ഇവിടെ അയക്കപ്പെട്ടവർ അംബിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ആണ്. ഈ സ്വാലിഹീങ്ങളിൽ പ്രമുഖരാണ് അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത്. ഈ അഹ്ലുൽ ബൈത്ത് വൽ മുദബ്ബിറാത്തി അംറൻ, ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞ ഈ ആയത്തിനെ സംബന്ധിച്ച് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞതായി കാണാം. ഹും അർവാഹുൽ മുഅ്മിനീൻ. ശ്രദ്ധിച്ചു നിങ്ങൾ മനസ്സിലാക്കണം. അർവാഹുൽ മുഅ്മിനീൻ, ഉന്നതന്മാരായ മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയതിന് ശേഷം അവരുടെ റൂഹുകൾ, അവരുടെ ആത്മാക്കൾ, അവരാണ് ഇവിടെ നിയന്ത്രിക്കുന്നവർ എന്ന്. അവര് നിയന്ത്രിക്കുന്നുണ്ട് സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് തങ്ങൾ ഇവിടെ നിയന്ത്രിക്കുന്നുണ്ട്. അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. സയ്യിദ് അഹ്മദുൽ ബദവി തങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങനെ അതാ കണ്ണൂരില് വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീനുൽ ബുഖാരി, അതാ ഇബ്രാഹിം ഖലീൽ തങ്ങൾ നിങ്ങളോട് പറഞ്ഞുവല്ലോ, 800ഓളം കൊല്ലത്തിന്റെ അപ്പുറം ഇവിടെ കേരളത്തിൽ ഇസ്ലാമുമായി തൗഹീദുമായി വന്ന സയ്യിദ് ജലാലുൽ ബുഖാരി, അവിടത്തെ കുടുംബത്തിൽപ്പെട്ട സയ്യിദ് മൗലൽ ബുഖാരി, അങ്ങനെ തുടങ്ങിയ സയ്യിദന്മാരും മറ്റ് ഔലിയാക്കളും സ്വാലിഹീകളും എല്ലാം ഇവിടെ നിയന്ത്രിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവർ അറിയുന്നുമുണ്ട്. ഖുൽ അമലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ, ഓ ഹബീബായ നബിയേ, അവിടുന്ന് പറഞ്ഞു കൊടുക്കണം, യഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുകയും, ഓ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങൾ പ്രവർത്തിക്കുകയും, ഫസയറല്ലാഹു അമലക്കും, തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുന്നു, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ട്. വൽ മുഅ്മിനൂൻ, ഉന്നതന്മാരായ മുഅ്മിനീങ്ങളും നിങ്ങളുടെ പ്രവർത്തനം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും
നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഈ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ആ നിലക്ക് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ആത്മാവിലേക്ക് സിയാദത്തുൽ ശറഫ് കിട്ടാൻ, അവിടുത്തെ ആത്മാവിലേക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടാൻ, നിങ്ങൾ നോക്കൂ, ഇന്ന് തന്നെ നമുക്ക് വിവരം കിട്ടിയതനുസരിച്ച് 10-30 കോടിയോളം തഹ്ലീൽ 30 ലക്ഷത്തിലധികം 30 കോടിയിലധികം തഹ്ലീൽ ചൊല്ലിയ വിവരം ഞാൻ നേരത്തെ അവിടുന്ന് 2-3 പ്രാവശ്യമായി പറഞ്ഞ അതിന്റെ എണ്ണം കൂട്ടിയാൽ നിങ്ങൾക്കറിയാം. അങ്ങനെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ ഭാഗത്തും അറബ് രാഷ്ട്രങ്ങളിലും എല്ലാ ലോകത്തും മക്ക മദീന ഉൾപ്പെടെ ജനാസ നിസ്കരിച്ചു. 10,000 ജനാസ നിസ്കരിച്ചു. അവരെല്ലാവരും അവിടെ ഖത്മുൽ ഖുർആൻ നടത്തി. പരിശുദ്ധ മക്കയിൽ സയ്യിദ് അബ്ബാസ് മാലിക് തങ്ങളുടെ വീട്ടിൽ 1000 ഒരുമിച്ച് കൂട്ടി ഖുർആനോത്ത് നടത്തി. അവിടുന്ന് മയ്യിത്ത് നിസ്കാരം നടത്തി. അങ്ങനെ മുസ്ലിമീങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ എവിടെയുണ്ടോ അവിടെ മുഴുവനും താജുൽ ഉലമക്ക് വേണ്ടി മയ്യിത്ത് നിസ്കാരം നടത്തുകയും അവിടെയെല്ലാം തഹ്ലീലുകൾ ചെല്ലുകയും ഇഖ്ലാസ് ഓതുകയും ചെയ്തു. അങ്ങനെ താജുൽ ഉലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശറഫ് വർദ്ധിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നു. അതിന്റെ ഫലം നമ്മളിലേക്ക് ഇങ്ങോട്ട് കിട്ടുന്നു. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തഹ്ഫയിൽ പറഞ്ഞതുപോലെ അതാ മഹാന്മാരായ ആളുകളെ സിയാറത്ത് ചെയ്യുമ്പോൾ ഒരു കണ്ണാടിയിലേക്ക് ലൈറ്റ് അടിച്ചാൽ അത് തിരിച്ചടിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈമാൻ തിരിച്ചടിക്കുകയാണ്. അങ്ങനെ ഔലിയാക്കളെയും സയ്യിദുമാരെയും ബഹുമാനിക്കുമ്പോൾ അതിന്റെ കാരണമായി ഈമാൻ നമ്മുടെ കൽബിലേക്ക് വരുന്നു. അതാണ് നമ്മൾക്ക് ലക്ഷ്യമെന്ന് എന്റെ എല്ലാ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ പറയുന്നതിലൊന്നും നിങ്ങൾ വഞ്ചിതരായി പോകരുത്. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ വളരെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഇതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അതിൽ പെട്ടുപോകാതെ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും സജീവമായി നല്ല നിലയിൽ ഇതുപോലുള്ള നല്ല കാര്യങ്ങളിൽ സഹകരിക്കുക. ഈ നാട്ടുകാരായ ആളുകൾ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഖുർആനോത്തിനും തഹ്ലീൽ ചെല്ലാനുമൊക്കെ ഈ എട്ടിക്കുളത്തുള്ള 99% ആളുകളും സഹകരിച്ചിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ്. ശരിയായിരിക്കട്ടെ അത്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും സഹകരിക്കണം. എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമ്മുടെ നാട് ഇനിയും അഭിവൃദ്ധിപ്പെടാൻ, ഈ നാട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും പൊന്തി വരാൻ നമുക്ക് അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ശിലയിടാൻ പോകുന്നതും നേരത്തെ ഇട്ടിട്ടുള്ളതും എല്ലാം എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. മഗ്‌രിബ് നിസ്കാരം അടുത്തു വരികയാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരും ഈ പ്രവർത്തനത്തിന് സഹകരിക്കണം. ഒരു കമ്മിറ്റി നേരത്തെ വായിച്ചു. ആ വായിച്ചതിൽ ഭാരവാഹികളുടെ പേര് മാത്രമാണ് വായിച്ചിട്ടുള്ളത്. ബാക്കി കൗൺസിലിൽ നിന്ന് പ്രവർത്തനത്തിന് കമ്മിറ്റി തിരഞ്ഞെടുക്കും. ഇവിടെ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയും ഈ കമ്മിറ്റിയും കൂടി ഒന്ന് ആക്കി മാറ്റുന്നത് വരെ ഈ കമ്മിറ്റി നിലനിൽക്കും. അങ്ങനെ നിലനിന്നുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനത്തിന് വേണ്ടി ആ കമ്മിറ്റിയെ ഏൽപ്പിച്ചു കൊടുക്കും. എല്ലാ സംഗതികളും യോജിപ്പോടുകൂടി സന്തോഷത്തോടുകൂടി ഐക്യത്തോടുകൂടി ഇത് മുന്നോട്ട് നീങ്ങുമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിൽ സ്ഥാപിക്കുന്ന ആവശ്യമായ സ്ഥലം നമ്മൾ വിലക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ കുറച്ചാളുകൾ സംഭാവന തന്നിരുന്നു. ആരോട് ചോദിക്കുകയോ പരസ്യം കൊടുക്കുകയോ ഒന്നും വേണ്ട, എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുതരിക. അങ്ങനെ തന്നിരുന്നു. ഇപ്പോൾ അബ്ദുൽ നാസിർ ലൂലു ബഹ്റൈൻ 1 ലക്ഷം ഉറുപ്പിക ഓൺലൈനിലൂടെ കണ്ടിട്ട്
അവര് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പല സ്ഥലത്തും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മാനുറഹീമായ റബ്ബേ, താജുൽ ഉലമയോടുള്ള പ്രിയം കൊണ്ട്, അഹ്ലു ബൈത്തിനോടുള്ള പ്രിയം കൊണ്ട് ഇവിടെ മക്കാം കിട്ടുന്നതിൽ അതിന്റെ ഉള്ളിലേക്ക് ആവശ്യമായ ഗ്രാനൈറ്റ് മലപ്പുറം ജില്ലക്കാരനായ സ്ട്രോങ് ലൈറ്റ് നാസർ ഹാജി സംഭാവന ചെയ്തിരിക്കുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിനും ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അദ്ദേഹം എല്ലാ സ്ഥലത്തും ദീനിനു വേണ്ടി സേവനം ചെയ്യുന്ന മഹൽ വ്യക്തിയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്തിന് എത്തിക്കൊടുക്കുമാറാകട്ടെ. ഈ ലൂലു നാസറിനും നേരത്തെ സംഭാവന തന്നവർക്കും ഏറ്റവർക്കും പ്രവർത്തിച്ചവർക്കും ഇവിടുത്തെ ഖാദിമീങ്ങൾ വളണ്ടിയർമാർ എത്രയോ ദിവസങ്ങളായി ഇവിടെ ഭക്ഷണം പാകം ചെയ്യാനും കൊടുക്കാനും ഈ ഗ്രൗണ്ട് ശരിപ്പെടുത്താനും എല്ലാം പ്രവർത്തിച്ച മുഴുവൻ വളണ്ടിയർമാർക്കും അർഹമുർ-റഹീമായ റബ്ബേ, നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ബർക്കത്ത് കൊണ്ട് മുഴുവൻ സയ്യിദുമാരുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളെയും ജാഹി ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. നീ ശിഫയാക്കണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടങ്ങളിലും കൃഷികളിലും തൊഴിലുകളിലും എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളിവിടെ ഇപ്പോൾ ശിലയിടാൻ പോകുന്ന സ്ഥാപനത്തിലും നീ ബർക്കത്ത് ചൊരിച്ചു തരണം റഹ്മാനേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി, സൗഹാർദ്ദത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അബ്ദുസ്സലാം ഹാജി തെക്കുംപാട് 1,00,000 റുപ്യ റഹ്മാനുറഹീമായ അല്ലാഹു അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ അദ്ദേഹത്തിനും ഇതുവരെ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചൊരിച്ചു തരുമാറാകട്ടെ. ആമീൻ. ഇന്നലെ അബൂദാബിയിൽ നിന്ന് പൊള്ളലേറ്റ് മരിച്ച ജാബിർ, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട മുസ്തഫ ദാരിമി അബൂദാബിയിൽ പ്രവർത്തിക്കുന്ന കടാങ്കോട്, അദ്ദേഹത്തിന്റെ ഉമ്മ ഇന്ന് മരിച്ചുപോയിരുന്നു. അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപന സമുച്ചയമാണ് താളിപ്പറമ്പിലെ നാടുകാണിയിലെ അൽ-മഖർ സുന്നി. അതിന്റെ വാർഷിക സമ്മേളനം ഈ അടുത്ത മാസം മാർച്ച്, ഏപ്രിൽ മാസം 10, 11, 12, 13 തീയതികളിൽ നടക്കുന്നു. വലിയ സമ്മേളനം 13-ാം തീയതിയാണ്. അത് എല്ലാവരും വരണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാനും കൂടി അതിലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.